എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും പെർഫെക്റ്റുമായിട്ട് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പലർക്കും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പോ ടേസ്റ്റോ കിട്ടാറില്ല. വെള്ളം കൂടി പോകുമോ കുറഞ്ഞു പോകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2 കപ്പ് ഉഴുന്ന് കുതിർത്ത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതുപോലെ ഉഴുന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ഉഴുന്ന് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് കുറേശ്ശെയായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ഉഴുന്നരയ്ക്കുമ്പോൾ ഒരുപാടിട്ട് അരയ്ക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളമില്ലാതെ ഉഴുന്നരയ്ക്കുമ്പോൾ അരയ്ക്കാൻ കുറച്ച് വിഷമമാണ്. അതുമല്ല കൂടുതലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സി പെട്ടെന്ന് കേടായി പോവും. അരച്ചെടുത്ത ഉഴുന്ന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ സാധാരണ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിയുമ്പോൾ ഇത് അരച്ച് വെച്ച് വൈകുന്നേരം ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പച്ചമുളകും ഇഞ്ചിയും ഉഴുന്നരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉഴുന്നുവടയിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഓരോ പ്രാവശ്യവും ഉഴുന്നരയ്ക്കുമ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് കുഴച്ചെടുത്തതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളമെടുത്ത് അതിൽ കൈ മുക്കിയതിന് ശേഷം കുറേശ്ശെയായിട്ട് ഉഴുന്നരച്ചതെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് റെഡിയാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ സൂപ്പറാകും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.